എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വരാൻ പോകുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയാൻ പോകുന്നത്. ഈ വർഷം തന്നെ വിളിക്കാൻ പോകുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഡിസ്കസ് ചെയ്യാം. SSC GDയും വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ SSC GD റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷനൊക്കെ നടന്നിരുന്നു. അതിൻ്റെ റിസൾട്ടൊന്നും എവിടെയും ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒഫീഷ്യലായിട്ട് അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ കിട്ടിയാൽ നിങ്ങളെ കറക്റ്റായിട്ട് അറിയിക്കാം. അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ ഇൻഫർമേഷൻസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, SSCയുടെ വെബ്സൈറ്റാണ്. ഇവിടെ നമുക്ക് എക്സാമിനേഷൻ കലണ്ടർ കിട്ടും. അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ കലണ്ടർ. 2024-25 ഇയറിൻ്റെ എക്സാമിനേഷൻ കലണ്ടറാണ്. കുറച്ച് മുന്നേ വന്നതാണ്. അപ്പോൾ ഇതിൽ നിലവിൽ 7ാമത്തെ റിക്രൂട്ട്മെൻറ്റ് ഇവിടെ കാണാം. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ +2 ലെവൽ CHSL നോട്ടിഫിക്കേഷൻ, അതിൻ്റെ അപേക്ഷ എൻഡായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയാണ് ഈ ഒരു 7ാമത്തെ നോട്ടിഫിക്കേഷൻ വരെ കറക്റ്റായിട്ട് നടത്തിയിട്ടുണ്ട്. അതിന് ശേഷം 8ാമത്തെ MTS മുതലാണ് ഇനി വരാൻ പോകുന്നത്. MTSൻ്റെ നോട്ടിഫിക്കേഷൻ മെയ് 7-ന് വരുമെന്നാണ് അവർ സൈറ്റിൽ കലണ്ടറിൽ മെൻഷൻ ചെയ്തത്. പക്ഷേ മെയ് 7-ാം തീയതി കഴിഞ്ഞപ്പോൾ ജൂൺ 13-ാം തീയതി ഈ വീഡിയോ ചെയ്യുന്ന അന്ന് പറയുകയാണെങ്കിൽ ഇതുവരെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ക്ലോസിംഗ് ഡേറ്റ് ജൂൺ 6-ആണ് ഈ ഒരു കലണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന അന്ന് 13 ജൂൺ ആയിട്ട് പോലും നോട്ടിഫിക്കേഷൻ ഡേറ്റ് പോലും വന്നിട്ടില്ല. ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ടായിരിക്കാം മിക്കവാറും ഇത് തുടങ്ങാത്തത്. MTS അതിനുശേഷം CGL വിളിക്കുന്നുണ്ട് ഡിഗ്രിക്കാർക്ക്. പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C, അതിനുശേഷം ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ വരുന്നുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ GD 10ാം ക്ലാസ്സുകാരുടെ സ്വപ്ന ജോലി കോൺസ്റ്റബിൾ GD CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ 27 ഓഗസ്റ്റാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് നടക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പോൾ ഓൾറെഡി MTSന് നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. അതിന് ശേഷം വരാൻ പോകുന്ന CGLും സ്റ്റെനോയും ട്രാൻസ്ലേറ്റർ, അതിന് ശേഷമാണ് കോൺസ്റ്റബിൾ GD. ഈ വർഷം തന്നെ എന്തായാലും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏകദേശം നോട്ടിഫിക്കേഷൻ വന്ന് നോട്ടിഫിക്കേഷൻ എൻഡായതിനു ശേഷം 4 മാസം മാത്രമേ നമുക്ക് എക്സാമിനേഷനും ടൈം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്. നിങ്ങളെന്തായാലും പ്രിപ്പറേഷൻ SSC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും തുടങ്ങിക്കോളൂ. ഈ വർഷം 2-3 നോട്ടിഫിക്കേഷൻസ് നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. എക്സാമിനേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് എത്തിക്കാം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.